നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുപ്രീം കോടതിയിലെ നിർണായക ഹിയറിംഗിന് ശേഷം പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. സൂപ്പർ കപ്പ് സെപ്റ്റംബറിൽ നടക്കും. ISL നടക്കുന്നത് ഡിസംബറിലായിരിക്കും. FSDL ISLന്റെ നടത്തിപ്പിൽ നിന്ന് പിന്മാറി. ബാക്കി കൊടുക്കാനുള്ള തുക അവർ കൊടുക്കുകയും ചെയ്യും. AFF പുതിയ പാർട്ട്ണറിനെ കണ്ടെത്താനുള്ള ടെൻഡർ ഉടനെ വിളിക്കും. ഇതൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ നേരത്തെ നമ്മൾ കേട്ട ഒക്ടോബർ 24 എന്ന ഡേറ്റിലായിരിക്കില്ല, പകരം ഡിസംബറിലായിരിക്കും ISL നടക്കുക എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. എന്നാൽ നിലവിലുള്ള കരാറിൽ നിന്ന് പിന്മാറിയെങ്കിലും FSDL ISL ഉപേക്ഷിക്കാൻ സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം കഴിഞ്ഞ 15 വർഷമായി ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ നിക്ഷേപമാണ് FSDL നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ISL അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് സാധിക്കില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ടെൻഡർ വിളിക്കുമ്പോൾ അടിസ്ഥാന വിലയും കാലാവധിയും ഒക്കെ ന്യായമായിട്ടുള്ളതാണെങ്കിൽ ആ ടെൻഡറിൽ പങ്കെടുക്കുമെന്നാണ് FSDL അറിയിക്കുന്നത്. വ്യാഴാഴ്ച സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തുറന്നതും സുതാര്യവുമായ ഒരു ടെൻഡർ പ്രക്രിയ നടത്തുന്നതിന് തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെന്ന് FSDL അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഫെഡറേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ കരാർ പ്രകാരം കൊടുക്കാനുള്ള തുക ഉടൻ തന്നെ കൊടുക്കുമെന്നും FSDL അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബറിൽ ISL നടക്കും. ഒന്നുകിൽ പുതിയൊരു പാർട്ണറുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ FSDL തന്നെയായിരിക്കും ISLന്റെ നടത്തിപ്പുകാർ.